പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ഏപ്രിൽ 7 തിങ്കളാഴ്ച. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ്ഥാനത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ പരിശുദ്ധ നാമത്തെ ഞാൻ നിങ്ങളുടെ കുടുംബത്തെയും നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ഇന്നത്തെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ ആശീർവദിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ആമേൻ. കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഇന്ന് കടന്നു പോകുന്ന ഓരോ മേഖലകളെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുന്ന മക്കൾ ഇന്ന് ചെയ്യുന്ന ഓരോ ജോലിയും അങ്ങനെ തിരുസഭയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഉത്കണ്ഠകൾ ഇന്ന് ഓരോരോ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ഇടപെടുകയും ഞങ്ങൾ പങ്കുകാരാകുകയും ചെയ്യുന്ന ഓരോ സംഭവങ്ങൾ, ഓരോ വിഷയങ്ങൾ, ഓരോ വ്യക്തികൾ, എല്ലാ വിഷയവും പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസനത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഉടമ്പടിയുടെ ആരാധനകളും പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെയും ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നടക്കുന്ന തടസ്സങ്ങളെ
നിങ്ങളുടെ ഉദ്യമങ്ങൾക്കുണ്ടാകുന്ന തടസ്സങ്ങളെ, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായി സംഭവിക്കുന്ന തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ് ഓരോരോ തീയതികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതും അങ്ങയുടെ മക്കൾക്ക് അത്യന്താപേക്ഷിതവും ദൈവിക ഇടപെടലുകൾ സുനിശ്ചിതമായില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ വിഷയത്തിനു പേരും കർത്താവിൻ്റെ കാരുണ്യം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ പ്രാർത്ഥിക്കുന്നു, മക്കളില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളായ അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് മൂലം കഷ്ടപ്പെടുകയും വേദനിക്കുകയും അവരുടെ ഓട്ടിസവും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ അവരുടെ ഫിസ്റ്റ് രോഗങ്ങൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ രോഗങ്ങളാൽ രോഗികൾ മാത്രമല്ല കുടുംബം മുഴുവൻ വിഷമിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അങ്ങനെ തിരുസന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ, യാത്രയുടെ ലക്ഷ്യങ്ങൾ, യാത്രയുടെ മാർഗങ്ങൾ, കടന്നു പോകുന്ന വഴികൾ, ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, വായിക്കുന്ന രേഖകൾ, ഒപ്പിടുന്ന പ്രമാണങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഒരു ഭവനവും ഒരു തിന്മയും നിങ്ങളുടെ ഭവനത്തെ സ്പർശിക്കലും നളിച്ചത് വാഗ്ദാനത്തിൻ്റെ പ്രകാരം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വഴികളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്കെതിരെ തിന്മ നിരൂപിക്കുകയും കൂടെ നിൽക്കുന്നവർ പോലും ഒത്തിരിയേറെ വിശ്വസിക്കാൻ പറ്റുന്നവർ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പണിത്തരങ്ങൾ കാണിക്കുകയും ചെയ്യുമ്പോൾ അതിന് ബന്ധിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കണ്ണ് നിങ്ങൾ ആവശ്യിക്കട്ടെ. അവിചാരിതമായ വിഷയങ്ങൾ, ആകസ്മികമായ സംഭവങ്ങൾ, അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന പിഴവുകൾ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പഠനവും പരീക്ഷയുടെ റിസൾട്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാനുള്ള വഴികളും ജീവിത മാർഗങ്ങളും ജീവനുപായങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം എല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ, എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിൻ്റെ ജീവിത പദ്ധതികളെ, അത് നടപ്പിൽപ്പെടുത്തുന്നതിന് നേരിടേണ്ട എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാപുത്രൻ പരിശുദ്ധാരും സർവേശ്വരൻ നീക്കുവാമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പകുതി മുക്കാലും ആൾക്കാർ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ്. ഇന്ന് പ്രഭാതത്തിൽ കുർബാനയ്ക്ക് കർത്താവ് പറഞ്ഞത് എന്തിനാണ് ഉടമ്പടി എടുക്കണത് എന്ന് എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ നീ തന്നെ നിൻ്റെ അന്തരംഗത്തോട് ചോദിക്കുകയാണ്, ഫോർ വാട്ട് ഐ ഷുഡ് ടേക്ക് ദ കവനൻറ്റ്, എന്തിനു വേണ്ടി ഉടമ്പടി എടുക്കണം, എന്തിനാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണമെന്ന് ചോദിച്ചാൽ ഫണ്ടമെൻ്റലായിട്ട് അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ. എന്താണ്? ഇവരെക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കാൻ. ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ? കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? യോഹന്നാൻ 21:15 വായിച്ചേ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ, അവരുടെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇത്രയേ ഉള്ളൂ സംഭവം. ക്രിസ്ത്യൻ ലൈഫ് അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. നീ എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിക്കുമ്പോഴും നീ പറഞ്ഞ IELTS പാസ്സാകാനാണ്, വസ്തു വിൽക്കാനാണ്, ജപ്തി മാറാനാണ്, രോഗം മാറാനാണെന്നൊക്കെ നീ പറയല്ലേ. അതെല്ലാം പ്രാഥമികമായിട്ടുള്ള മാനുഷികവും ജഡികവുമായിട്ടുള്ള ഉത്തരവാണ്. അത് നിന്നെ സംബന്ധിച്ചിടത്തോളം ശരിയാകാം. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാകണമെന്നില്ല. കാര്യം എന്താണ്? അതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? അതാണ് ചോദിക്കണേ. അപ്പോൾ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ബൈബിൾ നൽകുന്നത്. എന്താണ് അത്? യോഹന്നാൻ 21:15. എന്താണ്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. എന്തിനാണ് ഉടമ്പടി എടുത്ത് ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം എന്താണ്? എല്ലാവരേക്കാൾ അധികമായി എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാനാണ്. അപ്പം അങ്ങനെ ദൈവത്തിന് തന്നെ സ്നേഹിക്കുന്നു എന്ന് തോന്നിയാൽ, ദൈവത്തെ അങ്ങനെ നീ ദൈവത്തെ സ്നേഹിക്കുന്നു തോന്നിയാൽ, എല്ലാവരെക്കാളും ഒരു ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ ജീവിതം തന്നെ ദൈവസ്നേഹത്തിൻ്റെ ജീവിതമാണെന്ന് തോന്നിയാൽ, കർത്താവിൻ്റെ വചനം അനുസരിച്ചാണ് നീ ജീവിക്കണം ദൈവത്തിന് തോന്നിയാൽ, പിന്നെ നിനക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. എന്താ കാര്യത്തിൽ ദൈവം ഏറ്റെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ കസർണ കാണാം. ബൈബിൾ എന്തിനാ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഗോലിയാത്തിനെ കൊന്ന് ദാവീദിനെ പഠിക്കാൻ വേണ്ടിയാണ്. ആ ഒരു കാര്യം അതാണ്. അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നീ ഗോലിയാത്തിനോട് ദാവീദ് പറയുന്നില്ലേ, എന്താ പറയണത്? നീ കുന്തവും വാളുമായിട്ട് എന്നെ നേരിടുന്നു, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിലാണ് നിൻ്റെ അടുത്തേക്ക് വരുന്നത്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ്
ഇത് ഒരു വലിയ ബന്ധമാണ് ശരിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് നേടിയെടുത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയും ജെറുസലേം സ്ഥാപിച്ചതോ അതിൻ്റെ ചക്രവർത്തി ആയതോ സോളമനെപ്പോലൊരു മകൻ്റെ പിതാവായതോ ഒന്നുമല്ല. മറിച്ച് ദാവീദ് ദൈവത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വ്യക്തിയായി ദാവീദ് ദൈവസ്നേഹത്തിൽ വളർന്നു അപ്രതിരോധ്യമായ ആധ്യാത്മികതയുടെ ആളുരൂപമായി അവൻ മാറി. മുൻപ് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഈ നോൻപിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ചിന്തയും ധ്യാനവും നോൻപിനോട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആശാടക്കങ്ങളും എല്ലാം അപ്രതിരോധ്യമായ ആധ്യാത്മികതയുടെ ആൾരൂപങ്ങളായിട്ടും അഭിഷേക രൂപമായിട്ടും ദൈവം നമ്മളെ മാറ്റട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമേൻ.